കോട്ടയം ജില്ലയിൽ പനച്ചിക്കാട് പഞ്ചായത്ത് കൊല്ലാട് കിഴക്കൂർ എന്ന പ്രദേശത്താണ് ഈ അമ്പലവസം നടക്കുന്നത്. ഞാൻ അങ്ങനെ പോയായിരുന്നു. കുഴപ്പമില്ല, നല്ല ആഴ്ച. കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ നല്ല നിറത്തിലും നല്ല ഭംഗിയിലും വ്യാപിച്ച് കിടക്കുന്ന അമ്പലത്തോട്ടം. മലരിക്കലല്ല കേട്ടോ, ഇത് കോട്ടയം കൊല്ലാട് കിഴക്കേപ്പുറം എന്ന് പറഞ്ഞ പ്രദേശമാണ്. ഈ വർഷം ഇവിടെയാണ് ആദ്യം ആമ്പൽപ്പൂ വിരിഞ്ഞിട്ടുള്ളത്. സാധാരണ മലരിക്കലാണ് ആമ്പൽ വസന്തം ആദ്യം വന്നെത്തുന്നത്. എന്നാൽ കോട്ടയത്തിൻ്റെ ഇത്തവണത്തെ ആമ്പൽ വസന്തം ആദ്യം ഓടിയെത്തിയിരിക്കുന്നത് ഈ ഒരു പ്രദേശത്താണ്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആമ്പൽപ്പൂ എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് കോട്ടയത്തെ മലരിക്കലാണ്. അപ്പം അതുപോലെ തന്നെ, അല്ലെങ്കിൽ അത്രത്തോളം തന്നെ മനോഹരമായൊരു പ്രദേശമാണ് ഈ കോട്ടയത്തെ കൊല്ലാടിനടുത്തുള്ള ഈ ഒരു കിഴക്കുപുറം എന്ന് പറയുന്ന പ്രദേശം. അതിമനോഹരമായ പ്രദേശമാണ്. ഗൂഗിൾ മാപ്പിലൊന്നും ഈ പറയുന്ന ഈ ഒരു കിഴക്കുപുറം എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കിട്ടണമെന്നില്ല. കൊല്ലാട് വന്നിട്ട് ആരോട് ചോദിച്ചാലും ഇവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഈ തോണി നിൽക്കുന്നത് അനിൽ എന്ന് പറഞ്ഞ ചേട്ടനാണ്. ഈ ചേട്ടനാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് ഈ കാഴ്ചകളെ കൊണ്ട് കാണിക്കുന്നത്. ഈ വരുന്ന ആളുകൾ ഇവർ എറണാകുളത്ത് നിന്ന് ഈ ഒരു കാഴ്ച കാണാനായിട്ട് വന്നതാണ്, മനാഫിക്കയും വൈഫും. അപ്പോൾ നമ്മൾ രാവിലെയാണ് എത്തിയിട്ടുള്ളത്. അതായത് ഈ ആമ്പൽപ്പൂ കാണാനായിട്ട് നമ്മൾ രാവിലെ തന്നെ എത്തണം. നമ്മളേതായാലും ഈ ഒരു ആമ്പൽപ്പൂ കാണാനായിട്ട് ഈ അനിലേട്ടൻ്റെ വള്ളത്തിൽ കയറി കുറച്ച് മുമ്പോട്ട് പോയി നോക്കുകയാണ്. ഏതായാലും നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഞാൻ ഏതായാലും കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. കൂടാതെ ഇതിൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ അകത്ത് പിൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ചിട്ട് വരികയാണെങ്കിൽ നല്ലതാണ്. നമ്മളേതായാലും വള്ളത്തെ കയറി നിറയെ ആമ്പൽപ്പൂ പറിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇതിങ്ങനെ പറിച്ച് വെക്കുന്നതിനോട് നമുക്ക് വലിയ യോജിപ്പില്ല. അത് അവിടെ തന്നെ നിൽക്കുന്നതാണ് കൂടുതൽ ഭംഗി എന്ന് പറയുന്നത്. ഈ സ്ഥലം, ഈ കറക്റ്റ് ഈ സ്ഥലം എവിടെയും കിട്ടുന്നില്ലല്ലേ? ഈ സ്ഥലമേ നമ്മൾ നെറ്റിൽ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ ഈ സ്ഥലം ഉണ്ടല്ലോ. അതെ, സ്നേഹക്കൂടല്ലേ? നമ്മൾ ഈ കിഴക്കുപുറം എന്ന് പറഞ്ഞ തപ്പുമ്പോൾ കിട്ടത്തില്ല. കൊല്ലാട് കിട്ടും. കൊല്ലാട് വരെ സ്നേഹക്കൂടിനടുത്തായിട്ട് കൊല്ലാട് കിഴക്കുപുറം ഗൂഗിൾ മാപ്പിൽ ഇല്ല. അതാണ് ഞാനത് കൊല്ലാട്. പിന്നെ ഇതുണ്ട്, കളത്തൽ കടവ് നാഗപുരത്തുകടവ് റോഡ്. അത് ഈ വെള്ളം കയറി കിടക്കുന്ന റോഡാ. കളത്തൻകടവിൽ നിന്ന് വരുന്ന പൂർത്തീകരിച്ചിട്ടില്ല. സ്കൂളിനകത്തുണ്ട്, മാപ്പിനകത്തുണ്ട് ആണല്ലേ. ആൾക്കാർ വന്നു തുടങ്ങി അങ്ങോട്ട്. ആൾക്കാരുടെ ഇവിടെ 95% ഫോട്ടോഷൂട്ടാണ്. കല്യാണത്തിന്റെ മോഡല്, പിന്നെ സീരിയല്, നടന്മാരും നടിമാരും. ഒരു നിമിഷം കേട്ടോ, നമ്മളിപ്പോഴും 200 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള മനോഹരമായ പുതിയ വീഡിയോകൾ നമ്മൾ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനായിട്ടും ലൈക്ക് ചെയ്യാനായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ. ഇത് ഈ 9 മണി വരെ ഇങ്ങനെ നിൽക്കത്തുള്ളല്ലേ? 9:30 കഴിയുമ്പോൾ കൂമ്പിത്തണം. ഇതുപോലെ ഇത് പൂർണ്ണമായിട്ടും 11 മണിയാകുമ്പോൾ കൂമ്പും. ഇത് എത്ര ദൂരം ഉണ്ട് ചേട്ടാ ഇങ്ങനെ? ഇത് 200 ഏക്കർ. 200 ഏക്കർ. ഇത് സാധാരണ നെൽകൃഷി ചെയ്യുന്ന സ്ഥലമാണല്ലേ? നെൽകൃഷി ചെയ്യുന്ന. ഏപ്രിൽ മാസത്തിൽ വെള്ളം കയറും. വെള്ളം കയറി കഴിയുമ്പം അമ്പലം കെടുത്തു തുടങ്ങും. ഏപ്രിൽ കയറ്റി മെയ് ജൂണൊക്കെ ആകുമ്പം മെയ്യിലൊക്കെ വെള്ളം ഈ അമ്പലം കിളിർത്തു തുടങ്ങും. ജൂണൊക്കെ പകുതി ആകുമ്പോഴത്തേക്കിന് അത് പൂവിട്ട് തുടങ്ങും. ജൂലൈ ആകുമ്പോൾ ഇനിയിപ്പോൾ ഓരോ ദിവസം ചെല്ലുമ്പോൾ കൂടി വരിക. ഒരു പൂ ഒരു 12 ദിവസം വരെ നിൽക്കും. അത് കഴിയുമ്പോൾ വാടിപ്പോകും. വീണ്ടും പുതിയ മുട്ടുകൾ വന്ന് വിരിയുക. ഇത് ഈ പൂ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏത് കൃഷി ചെയ്യുന്നതാണോ? അതോ അല്ലല്ല, പ്രകൃതിയുടെ ഒരു ഭാഗം ആണല്ലേ. ഇത് കഴിയുമ്പോൾ പിന്നെ ഇവിടെ കൃഷി ഇറക്കുമല്ലേ? കൃഷി ഒക്ടോബർ നവംബർ ആകുമ്പോൾ നെൽകൃഷി ഇറങ്ങും.
നിരവധി ദേശാടന കിളികളുണ്ട്. ജക്കാന, നീലക്കോഴി, ഇതാണ്ട് ജക്കാന വേണ്ട പറഞ്ഞു വരുന്നുണ്ടോ? ഇത് ജക്കാന, ഇത് കണ്ടോ വേണ്ട വരുന്നുണ്ടോ? അടുത്ത് അപൂർവമാക്കി കിട്ടുന്നല്ലേ പോലെ പറക്കുന്നത്. ജക്കാന കണ്ടോ? ജക്കാനയുണ്ട്, നീലക്കോഴിയുണ്ട്. ഇതാണ് നീലക്കോഴി ഫ്രണ്ട് ഡാർക്കായിരിക്കും. പോയതല്ലേ നീലക്കോഴി. ഈ പറക്കുന്നല്ലേ നീലക്കോഴി എന്ന് പറഞ്ഞേ? അതെ, നീലക്കോഴി. കാണ്ട് ചക്കാനെ ഒരെണ്ണം പറക്കുന്നുണ്ട്, അങ്ങോട്ട് നിൽക്കാണ്ടോ? അതിന്റെ അടുത്തൊരു നീലക്കോഴി അല്ലേ? ഈ ദേശാടന കിളികളാണല്ലേ? എല്ലാം ദേശാടന കിളികൾ. ഇത് എല്ലാ കൊല്ലവും ഇവിടെ ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ? 5 വർഷമായുള്ളൂ. 5 വർഷമായിട്ടുണ്ടല്ലേ? 5 വർഷമായിട്ടുണ്ട്. എല്ലാരെയും അപൂർവമായി ഇതിനകത്തുള്ള ഒരു വെള്ളപ്പൂൻ എടുക്കണം. അപൂർവേ ഉള്ളു. വെള്ളയോ? 2-3 യൂണുണ്ട് ആകെ. ബാക്കിയെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരു പെൺകൊച്ച് പറിക്കരുതെന്ന് ഞാൻ പറിച്ചല്ലേ? 3-4 മുട്ടുണ്ടായിരുന്നു. ഒറ്റ അടിക്കാതല്ല പറിച്ചെടുത്തല്ലേ? ഞാൻ കയറിയപ്പോഴാ പറഞ്ഞു പൂ പറിക്കരുത്. ഞാനിവിടെ ഫോട്ടോ എടുക്കുന്ന അത് കണ്ട ഉടനെ പറിച്ചു. പറയാൻ ഓങ്ങും. അവിടുത്തെ തൊണ്ട കണ്ടപ്പം പറയാൻ ഓങ്ങുമ്പോഴത്തേന് പറിച്ചു കഴിഞ്ഞു. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതിനോട് ഇതിങ്ങനെ നിൽക്കുമ്പോ കാണാനുള്ള ഭംഗിയല്ലേ? ഇത് പറിച്ചിട്ട് കാര്യമില്ലല്ലോ. ഓ, ഇതാണല്ലേ ഇത്ര എണ്ണത്തിന്റെ ഇടയ്ക്ക് ഈ ഒരു വെള്ളം മാത്രമല്ലേ? ഇരുന്നൂറ് ഏക്കറോളം കണ്ടാണ് ഈ ഒരു ആമ്പൽ പാടമുള്ളത്. ഇത് കൃഷി ഇറക്കി കഴിഞ്ഞിട്ട് പിന്നീട് കിടക്കുന്ന സമയമാണ്. അതായത് ഇനിയും ഈ ഒരു പാടത്ത് വീണ്ടും കൃഷി ഇറക്കും. ഇപ്പം അനിലേട്ടൻ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം ഈ ഒരു അനിലേട്ടൻ എന്ന് പറഞ്ഞ ആളുടെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഏതായാലും നിങ്ങൾ പോകുമ്പം ഇത് വിളിച്ചിട്ട് പോകുക. കാരണം ഇവിടെ ഒരു വള്ളക്കാരനേ ഉള്ളൂ. വള്ളക്കാരനല്ല, അദ്ദേഹത്തിൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. വളരെ സൗമ്യമായിട്ടാണ് നമ്മളത് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നതും ഇടപഴകുന്നതുമെല്ലാം. അവിടെ വരുന്ന എല്ലാവരോടും അതങ്ങനെ തന്നെയാണ്. അപ്പം ചെല്ലുന്നവർ അദ്ദേഹത്തെ ഒന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം അദ്ദേഹം ഇന്ത്യൻ കോഫി ഹൗസിൽ ഓൾറെഡി ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം ജോലിക്ക് പോകുന്നതിന് മുമ്പ്, അതായത് ഈ ഒരു ആമ്പൽ പൂത്ത് അല്ലെങ്കിൽ അതങ്ങനെ വിടർന്ന് നിൽക്കുന്നത് ഏകദേശം ഒരു 9 മണി 9:30 വരെ ആയിരിക്കും. കൃത്യം ആ ഒരു സമയം ടൈമിങ് അദ്ദേഹത്തിന് ജോലിക്ക് പോകാനും കൂടിയുള്ള സമയം ഈ പറഞ്ഞ പോലെ പ്രകൃതി അനുഭവിച്ച് കൊടുത്തിരിക്കുകയാണ്. അതിലും നിങ്ങൾ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചിട്ട് പോവുക. നമ്മളേലും ഇത് വന്നിട്ടുള്ളത് ഒരു 6 മണി 6:00 കൂടിയായിട്ടാണ്. ഏകദേശം ഒരു 5:30 സമയം മുതൽക്ക് തന്നെ നമുക്ക് ഈ ഒരു ആമ്പൽപ്പാടം വളരെ മനോഹരമായിട്ട് കാണാനായിട്ട് പറ്റും. അതായത് വെയിൽ ഉറയ്ക്കും തോറും നമുക്ക് ആ ഒരു കാഴ്ച കുറച്ചുകൂടി മങ്ങലായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വീഡിയോ ചിത്രീകരിക്കാനാണെങ്കിലും
ആ ഒരു മങ്ങലം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിവതും നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മളേതായാലും ആ ഒരു തോണി അനിലേട്ടൻ്റെ കൂടെ ഒരു റൗണ്ടൊക്കെ പോയി ഈ ഒരു ആമ്പൽപ്പൂവിൻ്റെയും ആമ്പൽപ്പൂ പാടത്തിൻ്റെയും എല്ലാം വിഷ്വൽസൊക്കെ എടുത്തിരിക്കുകയാണ്. അപ്പം അധികം ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തി തുടങ്ങിയിട്ടില്ല. കാണാൻ വന്നതിനെ പറ്റി എവിടുന്ന് വരുന്നത്? ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുന്നതാണ് നിങ്ങളുടെ പോലെ. ഇത് എങ്ങനെയാണ് അറിഞ്ഞത്? ഇത് മനാഫിക്കയും അദ്ദേഹത്തിൻ്റെ വൈഫാണ്. അവർ അബുദാബിയിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയതാണ്. അവർ ഓൺലൈൻ വഴി അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അപ്പം പലരും ഈ പറഞ്ഞ പോലെ ഈ ഒരു വാർത്ത അറിഞ്ഞ് ഇങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ. അപ്പം എത്തുന്നവരേതായാലും വഴിയുടെ കാര്യത്തിന് സംശയിക്കാനായിട്ട് നിൽക്കണ്ട. ഞാൻ ഒരു ലൊക്കേഷൻ ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ അനിലേട്ടനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. രാവിലെ 6 മണി തൊട്ട് 9 മണി വരെയുള്ള സമയങ്ങളിലാണ് ഇത് കാണാൻ കഴിയുന്നത്. നമ്മൾ മനോരമയുടെ വാർത്ത കണ്ടാണ് നമ്മളും വന്നത്. ചേട്ടൻ എന്ത് ചെയ്യുക ജോലി? ഞാൻ ഇന്ത്യൻ കോഫി ഹൗസിലെ ജോലിക്കാരനാണ്. കോഫി ഹൗസിലല്ലേ? ഇപ്പോഴും ജോലി ചെയ്യണം? ഇപ്പോഴും ജോലി സർവീസിലുണ്ട്. ചേട്ടനാണ് ഇവിടെ വരുന്നവരെല്ലാം ഈ ഇവിടെ വരുന്ന എല്ലാ ചാനലിനകത്തും എന്റെ നമ്പറുണ്ട്. അപകടരഹിതമായി കൊണ്ടുപോകുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും എന്നെ വിളിച്ചിട്ടാണ് വരാറുള്ളത്. നമ്പർ ഒന്ന് എനിക്ക് തരുവാണെങ്കിൽ ഞാനത് ഇട്ടേക്കാം ഇതിനകത്ത്. അപ്പം വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് ഉപകാരപ്പെടുമല്ലോ. എന്റെ നമ്പർ 98 47 59 വീണ്ടും 59 43. ഓക്കെ. ഈ ആമ്പൽ വസന്തം കാണണമെങ്കിൽ രാവിലെ 6 മണി തൊട്ട് 9 മണി വരെയുള്ള സമയങ്ങളിലാണ് ഇത് കാണാൻ കഴിയുന്നത്. കോട്ടയം ടൗണിൽ നിന്നും കേക്കോ റോഡ് വഴി കഞ്ഞിക്കുഴിയിലെത്തി അവിടുന്ന് ബൈപ്പാസ് ചിങ്ങമനത്തിനുള്ള റൂട്ടിൽ ബോട്ടിയെട്ടി കവലെ വന്നേച്ച് കൊല്ലാട് കിഴക്കൂറും എന്ന പ്രദേശത്താണ് ഈ ആമ്പൽ വസന്തം നടക്കുന്നത്. ഇത് കാണാൻ കഴിയുമെങ്കിൽ കണ്ണിന് മാത്രമല്ല മനസ്സിനും അതിമനോഹരമായ രീതിയിലുള്ള കാഴ്ചയാണ്. അത് മനസ്സിന് കുളിർമയേകുന്ന ഒന്നുകൂടിയാണ്. അതുകൊണ്ട് കൊല്ലാട് കിഴക്കുപുറം പ്രദേശത്തേക്ക് ഏവരെയും ഈ ആമ്പൽ വസന്തം കാണാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു.